ജിഫ്രി താങ്കളുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. അതിൽ പറയുന്നത് ഈ കാന്തപുരത്തെ താങ്കൾ പിന്തുണച്ചിരുന്നല്ലോ. മുമ്പ് പറയുന്നത് അങ്ങനെ പിന്തുണക്കുന്ന സമയത്തും താങ്കളുടെ നിലപാട് പിന്നെ ഈ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പുള്ളി പറയുന്നത്. അങ്ങനെ മുമ്പ് പറഞ്ഞില്ല, ഞാൻ കേട്ടല്ലോ. പറഞ്ഞത് പറഞ്ഞാൽ മതി. പിന്തുണച്ചവര് സമസ്ത നേരത്തെ പറഞ്ഞിരുന്ന മതവിധികൾ അതിനൊക്കെ കൊഞ്ഞനം കുത്തിയവരാണ് എന്നുകൂടി പറയുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞത് എന്താ, മതപണ്ഡിതർ മതശാസനകൾ സ്വന്തം അനുയായികളോട് പറയുമ്പോൾ മതത്തിലും ദൈവത്തിലൊന്നും വിശ്വാസമില്ലാത്ത ആളുകൾ അതിലെന്തിനാണ് ഇടപെടുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. ആ ചോദ്യം ഇപ്പോഴും ചോദിക്കുന്നു, ആ ചോദ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതിനർത്ഥം ആ പറഞ്ഞത് എല്ലാവരും അംഗീകരിക്കണമെന്നില്ലല്ലോ. ഒരു മതപണ്ഡിതൻ പറയുന്നത് ആ മതത്തിൽ തന്നെ വേറൊരു വിഭാഗം അംഗീകരിക്കണമെന്നില്ല. പക്ഷെ പറയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്, അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട്. അതൊക്കെ ചെയ്യാനുള്ളവർക്ക് അവരുടെ അവകാശങ്ങളും അധികാരങ്ങളും വകവെച്ച് കൊടുക്കണമെന്ന് മാത്രമാണ്. താങ്കളുടെ പ്രസ്താവന രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്ന് ഒന്നുകൂടി പറഞ്ഞു. ഞാൻ രാഷ്ട്രീയക്കാരനാണല്ലോ, സ്വാഭാവികമായും ഞാൻ പറയല് രാഷ്ട്രീയം തന്നെയല്ലേ. എനിക്ക് രാഷ്ട്രീയം മാത്രമേ പറയാൻ കഴിയൂ. തീർച്ചയായിട്ടും എല്ലാവർക്കും അവരുടെ മതവിശ്വാസം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്ത് മുസ്ലിം ലീഗ് അധികാരത്തിൽ വന്നാൽ കൊടുക്കും. അങ്ങനെ നടപ്പാക്കിയാൽ പോരെ. പിന്നെ ജിഫ്രി തങ്ങൾ പറഞ്ഞത് അവര് സമസ്തയിൽ നിന്ന് പലരും മതവിധികളൊക്കെ പറയാറുണ്ട്, പക്ഷെ അതിനെ പലപ്പോഴും കൊഞ്ഞനം കുത്തുന്നു എന്നാണ്. അത് ആ കൊഞ്ഞനം കുത്തിയവരെ കുറിച്ചായിരിക്കും. ഞങ്ങൾ അങ്ങനെ കൊഞ്ഞനം കുത്തിയില്ലല്ലോ. ആരാണോ കുത്തിയത് അവരെ കുറിച്ചായിരിക്കും. അത് സത്യമാണ്, കൊഞ്ഞനം കുത്താൻ പാടില്ല. നമുക്ക് വേറെ വല്ല സബ്ജക്റ്റ് പറയും. ഇത് കുറേ ചോദ്യമായില്ലേ, ഇനി വേറെ വല്ല ചോദ്യത്തിൽ പോകാൻ കഴിയുമോ? പൊളിറ്റിക്സ് എന്തെങ്കിലും ഉണ്ടോ ഇനി? അത് പറഞ്ഞല്ലോ, പറഞ്ഞു കഴിഞ്ഞതല്ലേ. ഇതൊക്കെ എത്ര കാലം പറഞ്ഞതാ? ഇത്രയേ ഉള്ളൂ. ഇതിന് വെറുതെ സമയം കണ്ടു.